പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപം സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചു. കഴിഞ്ഞ ദിവസം ഹോംഗാർഡിനെ ഇടിച്ചിടാൻ ശ്രമിച്ച ബ്രീസ് ബസ്സും ഫെമി സൈനാബ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെയോടെയായിരുന്നു അപകടം. റെയിൽവേ സ്റ്റേഷന് സമീപം മാട്ടൂലിൽ നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ബ്രീസ് ബസ്സും മാട്ടൂൽ ഭാഗത്തേക്ക് വരികയായിരുന്ന ഫെമി സൈനാബും കൂട്ടിയിടിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം BV റോഡിൽ ഹോംഗാർഡിന്റെ നിർദ്ദേശം പാലിക്കാതെ മുന്നോട്ടെടുത്ത ബ്രീസ് ബസ്സാണ് ഇന്ന് അപകടത്തിൽപ്പെട്ടത്. ഫൈൻ അടച്ച സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയതിന് പിറ്റേന്ന് തന്നെ അപകടത്തിൽപ്പെടുകയായിരുന്നു. കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. 20ഓളം പേർക്ക് പരിക്കേറ്റു. ഇവരെ പഴയങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സുകളുടെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. എന്റെ ഭാര്യ ബസ്സിലുണ്ടായിരുന്നു, സിനിമ യാത്രക്കാരായിരുന്നു. പക്ഷേ ഹൈദരാബാദിൽ നിന്ന് ബസ് അമിത വേഗത്തിലായിരുന്നു എന്നാണ് വൈഫ് എന്നോട് പറഞ്ഞത്. അപ്പോൾ മാട്ടിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് വിദ്യാർത്ഥികളും അവരൊക്കെ അതീവ നിലയിൽ കുറച്ചുപേരെ പരിഹാരം ഹോസ്പിറ്റലിൽ മാറിയിട്ടുണ്ട്, കുറച്ചുപേരെ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ബസ്സിന്റെ ഒരു അമിത വേഗത തന്നെയാണ് നമുക്ക് പരിക്കുപറ്റിയവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻ്റെ ഭാര്യ പോലും പറഞ്ഞത് ഈ ബസ് എന്നും ഒരു അമിത വേഗത തന്നെയായിരുന്നു അവരുടെ വരവും പോക്കും. അതുകൊണ്ട് ഇന്നലെ വരെ ആ ബസ്സിന് കണ്ണൂരേക്കുള്ള യാത്ര പോലും അവൾ മാറ്റി വെച്ചുകൊണ്ടാണ് അടുത്ത ബസ്സിന് യാത്ര പുറപ്പെട്ടത്. അതുകൊണ്ട് അമിത വേഗത തന്നെയാണ് ഈ ആക്സിഡന്റിനുള്ള ഒരു കാരണം എന്നാണ് ഭാര്യ സൂചിപ്പിച്ചത്. എല്ലാ പേഷ്യന്റും ഇപ്പൊ പറയുന്നത് അവർ കുറച്ച് സ്പീഡ് കൂടുതലാണ്. അങ്ങനെ അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇവർ വന്ന് എന്റെ മൊക്കത്ത് കയറി. കാരണം ഞാൻ വീട്ടിലെ ചീത്തൊക്കെ വിളിച്ചു, പിന്നെ ഞാൻ കാണിച്ചിടാന്ന് പറഞ്ഞു. പിന്നെ ആരോട് വന്ന് ഇടപെട്ടു. പിന്നെ പറഞ്ഞ നീ എന്റെ വഴിയെടുക്കാന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റ് സമ്മതിക്കും, അത്രേ ഉള്ളൂ. എന്റെ അടുത്താലും തെറ്റ് പറ്റും. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.